എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കറിയാമോ, നമുക്കെല്ലാവർക്കും പാൽ കപ്പ ഉണ്ടാക്കാറിയാം. പക്ഷെ നമ്മൾ വേറെ റൂട്ട് വഴിയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. എന്തായിരിക്കും ഇന്നത്തെ വീഡിയോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പാൽ കപ്പ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ പാൽ ചക്ക നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാം. അപ്പം നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം ചക്ക കിട്ടിയതുകൊണ്ട് നമ്മൾ പാൽ ചക്ക അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവാം. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കാണണ്ടേ? അപ്പം കണ്ടാലോ, വായോ. അപ്പം ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 2 പച്ചമുളക്, പിന്നെ 10 ചുവന്നുള്ളി, 1 തേങ്ങയുടെ പാല്. നല്ല അടിപൊളി തേങ്ങാപ്പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതയ്ക്കണേ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പാൽച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചക്കയൊക്കെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി നമ്മുടെ ചട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ ചുമന്നുള്ളിയും പച്ചമുളകാണ്. പിന്നെ കൂട്ടുകാരെ, ഞാൻ കുറച്ചുമേ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണേ. ചുമന്നുള്ളിയാണ്, അത് ഫുൾ ഇട്ട് കൊടുക്കുകയാണേ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയേ, ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. ഫുള്ള് നമുക്ക് വടിച്ചിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാല് ഫുള്ള് ഒഴിച്ചു കൊടുക്കാവേ. ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഫുള്ള് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ തേങ്ങാപ്പാലും ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ തീ കത്തിച്ചിട്ട് ഇത് ഫുള്ളും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഉപയോഗിച്ച് ഇത് മൂടി വെക്കാവേ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ തുറന്നു നോക്കുവാണേ. അടിപൊളിയായിട്ട് നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാവേ. ചട്ടി വെച്ചു, ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം തീ കൂട്ടി വെക്കാവേ, ഒരുപാട് അങ്ങ് കൂട്ടല്. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ചുമന്നുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ബ്രൗണിഷ് കളറൊക്കെ ആയി കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മുടെ കറി ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിയിട്ട് ചക്കയിലേക്ക് ചേർക്കാവേ. നമ്മുടെ ചുമന്നുള്ളി മുഴുവൻ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാവേ. അതായി വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 വറ്റൽമുളകാണ്. അത് മുറിച്ചാണ് ഇടുന്നത്.
ഇത് മുഴുവനൊന്ന് ഒരു ചെറിയ ബ്രൗൺ കളർ ആവട്ടെ. ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാവേ. കരിയാപ്പില ഇടുന്ന കേട്ടോ നല്ലത്. ഇതിന് ഇച്ചിരി നീളം കൂടുതലായതുകൊണ്ടാട്ടോ ഞാൻ മുറിച്ചിട്ടത്. മുറിച്ചിടുകയോ മുറിക്കാതിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഞാനിപ്പം മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാവേ ചക്കയിലേക്ക് നമുക്കിത്. ഒന്ന് വടിച്ച് ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കാവേ. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കൊതി വന്നിട്ട് വയ്യ. ആദ്യം തന്നെ നിങ്ങൾ കഴിക്കുക. എടുത്തരാവേ. ഇതാ, നിങ്ങൾ കഴിച്ചില്ല, ഇനി ഞാൻ കഴിക്കാൻ പോവാണേ. അടിപൊളി സാധനം, സൂപ്പർ സാധനം. എൻ്റെ ദൈവം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. മൊത്തം നിന്നർക്കും ഉറപ്പാണ്. അപ്പം ഇത് നമുക്ക് വീട്ടിൽ ചക്ക സീസൺ, ഇപ്പം ചക്കയൊക്കെ എല്ലായിടത്തും കിട്ടും. പക്ഷെ ചക്ക സീസണിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ പാൽച്ചക്ക. ചക്ക വീട്ടിലുള്ളവർ നമ്മൾ ചക്ക വറുത്താൽ മാത്രം പോരാ, ചക്ക പുഴുക്ക് വെച്ചാൽ മാത്രം പോരാ, പാൽ ചക്കയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടണുണ്ടാവും. അപ്പം ഇനിയും ഫുഡിൻ്റെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പം ഇനിയും പുതിയ വീഡിയോ ഇട്ട് വരാം. ടാറ്റാ.